topic is two-stage compression with water intercooler, liquid subcooler and flash intercooler. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പല ഡിവൈസ് ടു സ്റ്റേജ് കംപ്രഷൻ ഡിവൈസസ് പഠിച്ചു. അപ്പോൾ അതിൽ വാട്ടർ ഇൻ്റർകൂളർ യൂസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റവും ലിക്വിഡ് സബ് കൂളർ യൂസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റവും ദെൻ ലിക്വിഡ് ഇൻ്റർകൂളർ യൂസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റവും ഫ്ലാഷ് ചേമ്പർ യൂസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റവും നമ്മൾ പഠിച്ചു. ഇവിടെ ഒരു പുതിയ ഡിവൈസും കൂടെ ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഫ്ലാഷ് ഇൻ്റർകൂളർ. ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അത് രണ്ട് പേർ ജോലിയാണ് ചെയ്യുന്നത്. ഒരു ലിക്വിഡ് ഇൻ്റർകൂളറിൻ്റെ ജോലിയും അതുപോലെ ഒരു ഫ്ലാഷ് ചേമ്പറിൻ്റെ ജോലിയാണ് ഫ്ലാഷ് ഇൻ്റർകൂളർ ചെയ്യുക. രണ്ട് പേർ ജോലി. സോ നമുക്കിനി സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഇവാപ്പറേറ്റർ ഉണ്ട്, ലോ പ്രഷർ കംപ്രസറുണ്ട്, വാട്ടർ ഇൻ്റർകൂളറുണ്ട്, ഒരു ഹൈ പ്രഷർ കംപ്രസറുണ്ട്, കണ്ടൻസറുണ്ട്, ലിക്വിഡ് സബ് കൂളറുണ്ട്, രണ്ട് എക്സ്പാൻഷൻ വാൾവ്സ് ഉണ്ട്. ദെൻ ഹിയർ ഈസ് ദ ഫ്ലാഷ് ഇൻ്റർകൂളർ. ദെൻ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഡിവൈസിലും നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം പോയിൻ്റ് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പോയിൻ്റ് 1 എന്ന് പറയുന്നത് ലോ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് ആണ്. ദെൻ പി എച്ച് ഡയഗ്രം നോക്കുമ്പോൾ പോയിൻ്റ് 1 കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പർ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ സാറ്റുറേറ്റഡ് വേപ്പർ റെഫ്രിജറന്റിനെ ലോ പ്രഷർ കംപ്രസർ കംപ്രസ് ചെയ്യുന്നു സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക്, ദാറ്റ് ഈസ് പോയിൻ്റ് 2. അപ്പോൾ അതാണ് പോയിൻ്റ് 2, അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 1 to 2 എന്ന് പറയുന്നതാണ് ലോ പ്രഷർ കംപ്രസറിൽ നടക്കുന്ന ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ്. ലോ പ്രഷർ കംപ്രസർ സാറ്റുറേറ്റഡ് വേപ്പറിനെ സൂപ്പർ ഹീറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു, സാറ്റുറേറ്റഡ് വേപ്പറിനെ സൂപ്പർ ഹീറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. ദെൻ 2 to 3, ദെൻ ഈ കംപ്രസറിലൂടെ ലോ പ്രഷർ കംപ്രസറിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ മാസ് അതിനെ നമ്മൾ M1 എന്ന് പറയുന്ന വിളിച്ചു. അപ്പോൾ M1 മാസാണ് ലോ പ്രഷർ കംപ്രസറിലൂടെ പോകുന്നത്. ദെൻ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സാണ് വാട്ടർ ഇൻ്റർകൂളർ, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആ വേപ്പറിനെ 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വാട്ടർ ഇൻ്റർകൂളർ. വാട്ടർ ഇൻ്റർകൂളർ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് അറ്റ് പോയിൻ്റ് 2 അതിൻ്റെ കുറച്ച് എമൗണ്ട് ഹീറ്റ് റിമൂവ് ചെയ്താണ് അതിനെ 3ലേക്ക് എത്തുന്നത്. ബട്ട് 3 എന്ന് പറയുന്ന കണ്ടീഷനും സൂപ്പർ ഹീറ്റഡ് തന്നെയാണ്. പക്ഷേ ആസ് കമ്പയർഡ് ടു 2, 3 ടെമ്പറേച്ചർ കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. ഇനി ഈ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസോബാറിക്കാണ്. അപ്പോൾ 2 to 3 എന്ന് പറയുന്ന വാട്ടർ ഇൻ്റർകൂളറിൽ നടക്കുന്ന പ്രോസസ്സ് ഈസ് എ ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. അങ്ങനെ 3 എന്ന് പറയുന്ന കണ്ടീഷൻ എത്തിച്ചേർന്നു. ഇനി ഫ്ലാഷ് ഇൻ്റർകൂളർ എന്തൊക്കെ ചെയ്യുന്നു? അപ്പം അതിനു മുമ്പ് പോയിൻ്റ് 4 എത്താം. പോയിൻ്റ് 4 റെഫ്രിജറൻ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പർ കണ്ടീഷനാണ് പോയിൻ്റ് 4. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് 4 ആരൊക്കെയുണ്ട്? ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന M1 എന്ന് പറയുന്ന മാസ്, ആ മാസ് ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൽ കൂടെ കടന്നു പോകുന്നു. ഫ്ലാഷ് ഇൻ്റർകൂളറിൽ എന്ത് സംഭവിക്കുന്നു? അത് ഫ്ലാഷ് ചേമ്പറിൻ്റെ പർപ്പസും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് ഇൻ്റർകൂളറിൻ്റെ പർപ്പസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൽ തണുത്ത ലോ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റ് ഉണ്ട്. അപ്പോൾ M1 എന്ന് പറയുന്ന മാസ് അത് പോയിൻ്റ് 3 സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലാണ്. അത് ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൽ കൂടെ കടന്നുപോയി അതിൻ്റെ ഹീറ്റ് ഈ ലിക്വിഡിന് സപ്ലൈ ചെയ്തു. ലിക്വിഡിന് സപ്ലൈ ചെയ്ത് അത് 4 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. അപ്പോൾ 3 to 4 ഈ കാണുന്ന പോലെ 3 to 4 എന്ന് പറയുന്ന ആ കൂളിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഫ്ലാഷ് ഇൻ്റർകൂളറിലാണ്. അപ്പോൾ 3 എന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പർ 4 എന്ന് പറയുന്ന ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറായി മാറുന്നു. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലാഷ് ഇൻ്റർകൂളറാണ്. ഓക്കെ, ഇനി നമ്മൾ ലിക്വിഡ് ഇൻ്റർകൂളറിൽ പറഞ്ഞ പോലെ തന്നെ
ഈ 3 എന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ഉള്ള വേപ്പർ റെഫ്രിജറൻറ്റ് ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിലെ ലോ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ആ സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നു. അങ്ങനെ അതിനെ 4 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിലുള്ള ആ ലിക്വിഡ് അതിലൊരു ചെറിയ പോർഷൻ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്, ഈ സൂപ്പർ ഹീറ്റ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന മൂലം വേപ്പർ ഫോമിലേക്ക് മാറുന്നു. അത് വേപ്പർ ഫോമിലേക്ക് മാറുമ്പോഴും അതിൻ്റെ കണ്ടീഷനും 4 തന്നെയാണ്, അതും ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ M1 എന്ന് പറയുന്ന മാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ വേപ്പർ ആവുന്ന ലിക്വിഡുണ്ട്, അതും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത പർപ്പസ് എന്ന് പറയുന്നത്, അപ്പോൾ ലിക്വിഡ് ഇൻ്റർകൂളറിൻ്റെ പർപ്പസ് കഴിഞ്ഞു. ഇനിയുള്ളത് ഫ്ലാഷ് ചേമ്പറിൻ്റെ പർപ്പസാണ്. അപ്പോൾ ഫ്ലാഷ് ഇൻ്റർകൂളർ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു. ഏത്? ലിക്വിഡ് ഇൻ്റർകൂളറിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. കാരണം ഈ 3 എന്ന കണ്ടീഷനിലുള്ളതിനെ 4 എന്ന് പറയുന്ന കണ്ടീഷനിലേക്കാക്കി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോ ടെമ്പറേച്ചർ ലിക്വിഡ്. ഇനി അടുത്തത് ഫ്ലാഷ് ചേമ്പറിൻ്റെ പർപ്പസാണ്. ഫ്ലാഷ് ചേമ്പറിൻ്റെ പർപ്പസ് എന്താണ്? ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന ഈ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിലൂടെ എക്സ്പാൻഡായി 0.8 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തുന്ന റെഫ്രിജറൻറ്റ്. ആ 0.8-ൽ റെഫ്രിജറൻറ്റ് ലിക്വിഡും ഉണ്ടാകും, വേപ്പറും ഉണ്ടാകും. ആ ലിക്വിഡും വേപ്പറും കൂടെ മിക്സ് ചെയ്താണ് ഫ്ലാഷ് ഇൻ്റർകൂളറിലേക്ക് വരിക. ഓക്കെ, ആ ഫ്ലാഷ് ഇൻ്റർകൂളറിലേക്ക് വരുന്ന ലിക്വിഡ് പ്ലസ് വേപ്പറിൽ ലിക്വിഡിനെ മാത്രം ഈ 9-ലേക്ക് സപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പാൻഷൻ വാൽവിലേക്ക് സപ്ലൈ ചെയ്യുന്നു. വേപ്പറിനെ എല്ലാം നേരെ ഹൈ പ്രഷർ കംപ്രസറിലേക്കും സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത്ര ഓർക്കുക, ഫ്ലാഷ് ഇൻ്റർകൂളർ ചെയ്യുന്നത് 2 ഡ്യൂട്ടികളാണ്. ഒന്നൊരു ലിക്വിഡ് ഇൻ്റർകൂളറിൻ്റെ ഡ്യൂട്ടി, ദെൻ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫ്ലാഷ് ചേമ്പറിൻ്റെ ഡ്യൂട്ടി. ലിക്വിഡ് ഇൻ്റർകൂളറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് അത് ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിലുള്ള ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ആ സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ കൂൾ ചെയ്ത് 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. ഈ 3 to 4 എന്ന് പറയുന്ന കൂളിംഗ് പ്രോസസ്സ്, ഐസോബാറിക് കൂളിംഗ് പ്രോസസ്സ് നടക്കുന്നു. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിനകത്തുള്ള ലിക്വിഡ്, ആ ലിക്വിഡിൽ കുറച്ച് പോർഷൻസ് വേപ്പർ ഫോമിലേക്ക് മാറുന്നു. ആ വേപ്പർ ഫോമിലേക്ക് മാറുന്ന ആ ലിക്വിഡും ഈ M2-ൽ പെടും. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് അത് സബ്കൂള് ചെയ്തതിന് ശേഷം ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിലൂടെ കടന്നു വരുമ്പോൾ 8 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തുന്നു. 8 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തുമ്പോൾ അവിടെ ലിക്വിഡും ഉണ്ട്, വേപ്പറും ഉണ്ട്. അതിൽ ആ ലിക്വിഡ് പ്ലസ് വേപ്പർ ആയിരിക്കും ഫ്ലാഷ് ഇൻ്റർകൂളറിലേക്ക് വരിക. അപ്പോൾ ഇനി ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ചേമ്പർ അറ്റാക്ക് ചെയ്യാം. ഫ്ലാഷ് ചേമ്പർ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തോ ഈ 8 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റിൽ വരുന്ന വേപ്പർ, എത്ര വേപ്പർ ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്പാൻഷൻ കഴിഞ്ഞപ്പോൾ എന്തുമാത്രം വേപ്പർ ഉണ്ടോ, ആ വേപ്പറിനെയും പിടിച്ച് ഈ 0.4-ൻ്റെ കൂടെ ചേർക്കുന്നു. ഓക്കെ, അതായത് M2 എന്ന് പറയുന്ന മാസിൻ്റെ കൂടെ ആരൊക്കെ വരും? M1 എന്ന് പറയുന്ന മാസ് വരും, അത് ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന മാസ്. പിന്നെ 2 വേപ്പറുകൾ വരും. എന്ത്? ഈ ലിക്വിഡ് കുറച്ച് ഇവാപ്പറേറ്റ് ചെയ്ത എമൗണ്ട് അത് വരും. അതുപോലെ എക്സ്പാൻഷൻ കഴിഞ്ഞ് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ എക്സ്പാൻഷൻ കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേപ്പറും വരും. ഓക്കെ, അപ്പോൾ ഈ 2 വേപ്പറുകൾ പ്ലസ് M1 മാസും കൂടെ ചേരുന്നതായിരിക്കും M2 എന്ന് പറയുന്ന മാസ്. ഓക്കെ, ഇനി M3 എന്ന് പറഞ്ഞിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ M3 എന്ന് പറയുന്നത് ഈക്വൽ ടു 2 വേപ്പറുകൾ മാസാണ്. ഇവിടെയുള്ള ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് പ്ലസ് എക്സ്പാൻഷൻ്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റിൽ വരുന്ന വേപ്പർ, ഈ 2 വേപ്പറുകളെയും ചേർത്ത് M3 എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ M3യും ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന M1 കൂടെ ചേർന്ന് M2 ആയിട്ട് ഹൈ പ്രഷർ കംപ്രസറിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ 0.4 എടുക്കുകയാണെങ്കിൽ നമ്മൾ 0.4 ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആകും.
കാരണം 3 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പർ കൂൾ ചെയ്ത് ഡ്രൈ സാച്ചുറേറ്റ് 4 എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ലിക്വിഡ് വേപ്പർ ആകുമ്പോഴും അതിൻ്റെ കണ്ടീഷനും 4 ആണ്. അതുപോലെ തന്നെ ഈ 8 വേപ്പർ 8 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള വേപ്പർ അതിനെയും അതിനെയും സെപ്പറേറ്റ് ചെയ്ത് വേപ്പർ മാത്രമാക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷനും 0.4 ആണ്. അതുകൊണ്ട് ഈ 3 വേപ്പറുകൾ ആ 3 വേപ്പറുകളെയും കണ്ടീഷൻ 0.4 ആണ്. അപ്പോൾ 0.4 ആ 3 വേപ്പറുകളും ഉണ്ട്. 0.4 മാസ് അപ്പോൾ M2 ഈസ് ഇക്വൽ ടു M3 പ്ലസ് M1. ഇനി ഈ M2 മാസാണ് ഹൈ പ്രഷർ കംപ്രസറിൽ പോകുന്നു. ദെൻ അഗെയിൻ 4 to 5 എന്ന് പറയുന്ന ഐസെൻട്രോപിക് കംപ്രഷൻ, 4 എന്ന് പറയുന്ന സാച്ചുറേറ്റഡ് വേപ്പറിൽ നിന്ന് 5 എന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റേജിലേക്ക് മാറ്റുന്നു. ദെൻ അഗെയിൻ 5 to 6 എന്ന് പറയുന്നത് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സ്. കണ്ടൻസർ സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ സാച്ചുറേറ്റഡ് ലിക്വിഡാക്കി മാറ്റുന്നു. അപ്പോൾ കണ്ടൻസർ സൂപ്പർ ഹീറ്റ് റിമൂവ് ചെയ്യുന്നു. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ടാണ് ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റേജിലുള്ള 0.5 എന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിനെ സാച്ചുറേറ്റഡ് ലിക്വിഡാക്കി മാറ്റുന്നത്. ഓക്കെ, അങ്ങനെ 0.6 എത്തി. ദെൻ അഗെയിൻ 6 to 7 എന്ന് പറയുന്നത് ലിക്വിഡ് സബ് കൂളറിൽ നടക്കുന്ന പ്രോസസ്സ്. ലിക്വിഡ് സബ് കൂളർ സാച്ചുറേറ്റഡ് ലിക്വിഡിനെ സബ് കൂൾഡ് ലിക്വിഡാക്കി മാറ്റുന്നു. കുറച്ചും കൂടെ ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു ലിക്വിഡാക്കി മാറ്റുന്നു. അതാണ് 0.7. ഇനി ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവ് E1ൽ നടക്കുന്ന പ്രോസസ്സാണ് 7 to 8. അതാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. 7 to 8 എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഇനി ആ 0.8 ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ്. അവിടെ ആരൊക്കെയുണ്ട്? ലിക്വിഡും ഉണ്ട്, വേപ്പറും ഉണ്ട്. ആ ലിക്വിഡ് പ്ലസ് വേപ്പർ മിക്സ്ചറാണ് ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിലേക്ക് പോവുക. അതായത് 0.8 എന്ന് പറയുന്നത് ഫ്ലാഷ് ഇൻ്റർകൂളറിലെ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഫ്ലാഷ് ഇൻ്റർകൂളർ എന്തൊക്കെ ചെയ്യുന്നു? അതിൽ പ്യുവർ ലിക്വിഡിനെ മാത്രം ഈ ഇവാപ്പറേറ്ററിലേക്ക് സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവ് വഴി ഇവാപ്പറേറ്ററിലേക്ക് വിടുന്നു. അപ്പോൾ 9 എന്ന് പറയുന്ന ആ കണ്ടീഷൻ അവിടെ വരുന്നത് പ്യുവർ ലിക്വിഡാണ്. ഇനി അതിനുശേഷം ഫ്ലാഷ് ഇൻ്റർകൂളർ എന്ത് ചെയ്യുന്നു? ഈ 8ലുണ്ടായ വേപ്പറിനെ പിടിച്ച് M2ൻ്റെ കൂടെ ചേർക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8ലുണ്ടായ വേപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ 0.4 ആണ്. അതിനെയും ഹൈ പ്രഷർ കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8 എന്ന് പറയുന്ന ആ കണ്ടീഷനിൽ അവിടെ ആ കണ്ടീഷനിലുള്ള റെഫ്രിജറൻ്റാണ് ഫ്ലാഷ് ഇൻ്റർകൂളറിലേക്ക് പോവുക. അത് ഫ്ലാഷ് ഇൻ്റർകൂളറിൽ ചെല്ലുന്നു. ഫ്ലാഷ് ഇൻ്റർകൂളർ 2 ഡ്യൂട്ടി ചെയ്യുന്നു. ഒന്ന് ലിക്വിഡ് ഇൻ്റർകൂളറും ഫ്ലാഷ് ചേമ്പറുമായിട്ട് വർക്ക് ചെയ്യുന്നു. ഫ്ലാഷ് ചേമ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് പ്യുവർ ലിക്വിഡിനെ മാത്രമേ എക്സ്പാൻഷൻ വാൽവ് 2ലേക്ക് വിടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ 8ലുണ്ടായ വേപ്പറിനെ അത് ഹൈ പ്രഷർ കംപ്രസറിലേക്കും വിടുന്നു. ഇനി അതൊരു ലിക്വിഡ് ഇൻ്റർകൂളറായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വാട്ടർ കൂളറിലൂടെ വരുന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ കൂൾ ചെയ്യുകയും ചെയ്യണം. കൂൾ ചെയ്ത് അതിനെ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ അതിൽ 0.4 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഓക്കെ, അങ്ങനെ എത്തിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള ലിക്വിഡിൽ ഒരു കുറച്ച് പോർഷൻസ് വേപ്പറായി പോവുകയും ചെയ്യും. ആ വേപ്പറിനെ ഈ ഫ്ലാഷ് ഇൻ്റർകൂളർ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ 0.8 നിന്ന് അവിടെ ഫ്ലാഷ് ഇൻ്റർകൂളർ 2ആയിട്ട് തിരിക്കുന്നു. ഒരു ഫ്ലാഷ് ചേമ്പറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വേപ്പറിനെ ആ വേപ്പറിൻ്റെ കണ്ടീഷൻ 4 ആണ്. അതിനെ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇനി സെപ്പറേറ്റ് ചെയ്ത് മിച്ചമുള്ള ലിക്വിഡ് അതിൻ്റെ കണ്ടീഷൻ 9 ആണ്. അതിനെ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചിലൂടെ കടത്തി വിടുന്നു. ദെൻ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചിലൂടെ കടന്നുപോയി അത് 10 എന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. ദെൻ ഈ 10 കണ്ടീഷനിലുള്ള വെറ്റ് വേപ്പറാണ് ദെൻ ഇവാപ്പറേറ്ററിലൂടെ കടന്നുപോയി സാറ്റുറേറ്റഡ് വേപ്പറായി മാറുക. അപ്പോൾ 10 to 1 എന്ന് പറയുന്നതാണ് ഇവാപ്പറേഷൻ പ്രോസസ്സ്. ഇനി ഈ ലോ പ്രഷർ കംപ്രസറിലൂടെയും ഇവാപ്പറേറ്ററിലൂടെയും വാട്ടർ ഇൻ്റർകൂളറിലൂടെ പോകുന്ന മാസ് M1. ദെൻ ഹൈ പ്രഷർ കംപ്രസർ, കണ്ടൻസർ, ലിക്വിഡ് സബ് കൂളറിലൂടെ പോകുന്ന മാസ് M2. ദെൻ M3 എന്ന് പറയുന്ന മാസ് 2 വേപ്പറുകളുടെയാണ്. ഈ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റിൽ വരുന്ന വേപ്പർ പ്ലസ് ഈ ഇൻ്റർകൂളറിനകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേപ്പർ സൂപ്പർ ഹീറ്റർ വേപ്പറിനെ കൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ അതുമൂലം ഉണ്ടായ
വേപ്പറും കൂടെ ഉണ്ടാവുന്നു. ദെൻ ആ വേപ്പറാണ് ഈ M3. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇവാപ്പറേറ്റിലൂടെ കടന്നു പോകുന്ന മാസ് M1. ദെൻ ഹൈ പ്രഷർ കംപ്രസറിൽ കൂടെ പോകുന്ന മാസ് M2. ദെൻ M3 എന്ന് പറയുന്ന മാസ് അത് എന്താണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഓരോരോ പ്രോസസ്സായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രോസസ് 1 to 2, ഇറ്റ്സ് എ കംപ്രഷൻ പ്രോസസ് ആൻഡ് ദ compression process is isentropic in the low pressure compressor and the compressor ഇൻലെറ്റും എക്സിറ്റ് എന്ന് പറയുന്നത് ഇൻലെറ്റ് സാച്ചുറേറ്റഡ് വേപ്പർ, എക്സിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ. ഈ കംപ്രസറിലൂടെ പോകുന്ന മാസ് M1 ആണ്. ദാറ്റ് ഈസ് മാസ് ഓഫ് റെഫ്രിജറൻറ്റ് പാസിംഗ് ത്രൂ ദ ഇവാപ്പറേറ്റർ ഓർ ലോ പ്രഷർ കംപ്രസർ. ദെൻ പ്രോസസ് 2 to 3 എന്ന് പറയുന്നത് വാട്ടർ ഇൻ്റർകൂളിംഗ് ഓർ ഡീ സൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? വാട്ടർ ഇൻ്റർകൂളർ ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന ആ സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ കുറച്ച് ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുന്നു. സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ വാട്ടർ ഇൻ്റർകൂളർ. എന്തിനാ? ടു റെഡ്യൂസ് ദ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. അപ്പോൾ ആ സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചറിൽ ഒരു ചെറിയ മാറ്റം, അതിനൊന്ന് ചെറുതായിട്ട് കുറയ്ക്കുന്നു. ദെൻ ദ റെഫ്രിജറൻറ്റ് ലീവിങ് ദ വാട്ടർ ഇൻ്റർകൂളർ ഈസ് സ്റ്റിൽ ഇൻ ദ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് അറ്റ് പോയിൻറ്റ് 3. വാട്ടർ ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ വരുന്നതും സൂപ്പർ ഹീറ്റഡ് വേപ്പർ തന്നെയാണ്. അപ്പോൾ വാട്ടർ ഇൻ്റർകൂളറിന് ഇൻലെറ്റ് എന്ന് പറയുന്നതും എക്സിറ്റ് എന്ന് പറയുന്നതും സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. പക്ഷേ എക്സിറ്റിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പറിന് ടെമ്പറേച്ചർ കുറവാണ്. ദെൻ പ്രോസസ് 3 to 4. ഓക്കെ, ആ 3 to 4 എന്തൊക്കെ സംഭവിക്കുന്നു? സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഫ്രം വാട്ടർ ഇൻ്റർകൂളർ ഈസ് cooled or desuperheated at constant pressure in a flash intercooler using the liquid refrigerant from the condenser. അപ്പോൾ ഫ്ലാഷ് ഇൻ്റർകൂളറിലുള്ള ആ ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ കൂൾ ചെയ്ത് സാച്ചുറേറ്റഡ് വേപ്പർ എത്തിക്കുന്നു. അതായത് 0.3 0.4 എത്തിക്കുന്നു. ദെൻ ദ റെഫ്രിജറൻറ്റ് ലീവിങ് ദ ഫ്ലാഷ് ഇൻ്റർകൂളർ ഈസ് ഇൻ സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ് അറ്റ് 0.4. അപ്പോൾ അതിനുശേഷം ഫ്ലാഷ് ഇൻ്റർകൂളറിൽ നിന്ന് ലീവ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0.4 ആയിരിക്കും. ഇനി ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്? ഇറ്റ് സെർവ്സ് ആസ് ദ കമ്പൈൻഡ് ഫങ്ഷൻ ഓഫ് ഫ്ലാഷ് ചേമ്പർ ആൻഡ് ലിക്വിഡ് ഇൻ്റർകൂളർ. ഓക്കെ, ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം ദ കണ്ടൻസർ അബ്സോർബ്സ് ദ സൂപ്പർ ഹീറ്റ് ഫ്രം ദ റെഫ്രിജറൻറ്റ് വേപ്പർ ഫ്രം ദ വാട്ടർ ഇൻ്റർകൂളർ. അപ്പോൾ ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിന് ഉള്ള ലിക്വിഡായിട്ടുള്ള റെഫ്രിജറൻ്റ് ഉണ്ട്, ലോ ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻ്റ് ഉണ്ട്. ആ റെഫ്രിജറൻ്റ് എന്ത് ചെയ്യുന്നു? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ആരുടെ ഹീറ്റ്? ഈ ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വാട്ടർ ഇൻ്റർകൂളറിലൂടെ കടന്നു വരുന്ന ആ സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിനെ പിടിച്ച് സാച്ചുറേറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. ഓക്കെ, അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് മൂലം in intercooler some of the liquid refrigerant evaporates for the desuperheating process. അങ്ങനെ ആ ലിക്വിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് മൂലം കുറച്ച് ലിക്വിഡ് വേപ്പറായി പോകുന്നു. ഇനി M3 എന്ന് പറയുന്ന മാസ് എന്താണ്? നമ്മൾ പറഞ്ഞു മാസ് ഓഫ് ദ ലിക്വിഡ് ഇവാപ്പറേറ്റഡ് ഇൻ ദ ഇൻ്റർകൂളർ ഡ്യൂറിങ് ഡീസൂപ്പർഹീറ്റിംഗ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു ആ 3 to 4 എത്തിക്കാൻ ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ സാച്ചുറേറ്റഡ് വേപ്പർ ആക്കാൻ വേണ്ടി ഹീറ്റ് അബ്സോർബ് ചെയ്തു. അങ്ങനെ ആ ലിക്വിഡ് വേപ്പറായി. അപ്പോൾ അങ്ങനെ വേപ്പറായ എമൗണ്ട് പ്ലസ് വേപ്പർ റെഫ്രിജറൻറ്റ് ഫോംഡ് ഇൻ ദ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവ് ഈവൻ, അതേ പ്ലസ് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റിൽ വരുന്ന വേപ്പർ, അതിനെ നമ്മൾ ഫ്ലാഷ് എന്നാണ് വിളിക്കുന്നത്. ആ ഫ്ലാഷ് ഇത് രണ്ടും കൂടെ ചേർത്ത് M3 എന്ന് വിളിച്ച് ആ M3യും ആ M1 കൂടെ ചേർത്ത് M2 ആക്കി ഹൈ പ്രഷർ കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. M2 is the mass of refrigerant passing through the condenser or high pressure compressor. Then M2 equal to M1 plus M3. ഓക്കെ, ഇനി 0.4 എത്ര മാസുകളുണ്ട്? വേപ്പർ റെഫ്രിജറൻറ്റ് ഫ്രം ദ വാട്ടർ ഇൻ്റർകൂളർ, ദാറ്റ് ഈസ് M1. വാട്ടർ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന മാസ് M1 ഉണ്ട് 0.4. അത് ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്നതാണ്.
ദെൻ അടുത്ത മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ലിക്വിഡ് ഇവാപ്പറേറ്റഡ് ഇൻ ദ ഇൻ്റർകൂളർ ഡ്യൂറിങ് ഡീ സൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്സ്. ഡീ സൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്സിൽ ഫ്ലാഷ് ഇൻ്റർകൂളറിനകത്തുള്ള ഈ ലിക്വിഡ് അതിൻ്റെ എത്ര പോർഷൻ ഇവാപ്പറേറ്റ് ചെയ്തോ ആ മാസമുണ്ട്, പ്ലസ് ഫ്ലാഷ് വേപ്പർ റെഫ്രിജറൻറ്റ് ഫോംഡ് ഇൻ ദ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവ്. ഫസ്റ്റ് എക്സ്പാൻഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ വേപ്പർ അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ M1-ഉം ഈ M3-യും അതിൻ്റെ സമ്മേഷനാണ് M2 എന്ന് പറയുന്ന മാസ്. ഇനി ഈ രണ്ട് വേപ്പറുകളും, അതായത് ഫ്ലാഷ് ചേമ്പറിലുണ്ടായ ആ വേപ്പറും ലിക്വിഡ് ഫ്ലാഷ് ഇൻ്റർകൂളറിലുണ്ടായ ആ വേപ്പറും അതുപോലെ തന്നെ എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റിലുണ്ടായ വേപ്പറും എല്ലാം 0.4 എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വന്ന് കൂളായ വേപ്പറും 4 എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ ഈ മൂന്ന് വേപ്പറുകളും 4 എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ്. മൂന്നിനെയും മിക്സ് ചെയ്യുന്നു, ദെൻ അത് ഹൈ പ്രഷർ കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ 4 to 5 ഐസെൻട്രോപ്പിക് കംപ്രഷൻ ഇൻ ദ ഹൈ പ്രഷർ കംപ്രസറാണ്. ഇപ്പോൾ ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇല്ലറ്റ് എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പറും എക്സിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറുമാണ്. M2 എന്ന് പറയുന്ന മാസാണ് ഈ ഹൈ പ്രഷർ കംപ്രസറിലൂടെ പോകുന്നത്. ദെൻ കണ്ടൻസേഷൻ പ്രോസസ്സിൽ 5 to 6 ആണ് സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ സാറ്റുറേറ്റഡ് ലിക്വിഡാക്കി മാറ്റുന്നു. അപ്പോൾ രണ്ട് ഹീറ്റ് റിമൂവ് ചെയ്യുന്നു, സൂപ്പർ ഹീറ്റും ലേറ്റൻ്റ് ഹീറ്റും റിമൂവ് ചെയ്യുന്നു. ദെൻ കണ്ടൻസറിൻ്റെ ഇല്ലറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറും എക്സിറ്റ് എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് ലിക്വിഡുമാണ്. ദെൻ സബ് കൂളിംഗ് പ്രോസസ്സ്, നമ്മളൊരു സബ് കൂളർ യൂസ് ചെയ്യുന്നു. ലിക്വിഡ് സബ് കൂളർ യൂസ് ചെയ്തുകൊണ്ട് ഈ കണ്ടൻസറിൻ്റെ എക്സിറ്റിൽ വരുന്ന ആ സാറ്റുറേറ്റഡ് ലിക്വിഡിനെ ഒന്നും കൂടെ കൂൾ ചെയ്ത് സബ് കൂൾഡ് ലിക്വിഡാക്കി മാറ്റുന്നു. സോ 0.6 സാറ്റുറേറ്റഡ് ലിക്വിഡും 0.7 സബ് കൂൾഡ് ലിക്വിഡും ആയിരിക്കും ഉണ്ടാവുക. കാരണം 6 to 7 എന്ന് പറയുന്നതാണ് സബ് കൂളിംഗ് പ്രോസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലിക്വിഡ് സബ് കൂളർ. ദെൻ 7 to 8 എന്ന് പറയുന്ന ഐസെന്താൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ് ഇൻ ദ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവ്. അപ്പോൾ 7 to 8 എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ 7 എന്ന പോയിന്റിലുള്ള സബ് കൂൾഡ് ലിക്വിഡിനെ 8 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ആ 8 എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ വെറ്റ് വേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്നത് ഒരു ഐസെന്താൽപിക് പ്രോസസ്സാണ്. ദെൻ ഈ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവ് ചെയ്യുന്ന കാര്യം, കണ്ടൻസർ പ്രഷറിൽ നിന്ന് ഈ ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ പ്രഷർ എന്താണോ ആ പ്രഷറിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 0.7 നിന്ന് 0.8 എത്തുന്നു. ദെൻ 0.8 വെച്ചാണ് നമ്മൾ ഫ്ലാഷ് ഇൻ്റർകൂളർ സെപ്പറേറ്റ് ചെയ്യുന്നത്. 0.7 ലിക്വിഡിനെയും 0.7 വേപ്പറിനെയും 0.8 വേപ്പറിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നു. 0.8 ലിക്വിഡിനെയും 0.8 വേപ്പറിനെയും സെപ്പറേറ്റ് ചെയ്ത് 0.8 വേപ്പറിനെ M3 ചേർക്കുന്നു. 0.8 ആ ലിക്വിഡിൻ്റെ ഒരു പോർഷൻ വേപ്പറായിപ്പോയി, ബാക്കി പോർഷൻസ് നേരെ അടുത്ത സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്ത എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന പ്രോസസ്സാണ് പ്രോസസ്സ് 9 to 10. ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം ദ intercooler at 0.9 is further expanded in the expansion valve E2. അപ്പോൾ ലിക്വിഡ് ഫ്ലാഷ് ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ വരുന്ന സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. ആ ലിക്വിഡിനെ ദെൻ എഗെയിൻ അടുത്ത എക്സ്പാൻഷൻ വാൽവ് E2 എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചു വെറ്റ് വേപ്പർ ആക്കുന്നു. ദെൻ അത് ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 0.9-ഉം 10-ഉം 0.9 സാറ്റുറേറ്റഡ് ലിക്വിഡാണ്, 0.10 വെറ്റ് വേപ്പറാണ്. ദെൻ 10 to 1 എന്ന് പറയുന്നതാണ് റെഫ്രിജറേഷൻ പ്രോസസ്സ്. അപ്പോൾ 10 വെറ്റ് വേപ്പറും 0.1 സാറ്റുറേറ്റഡ് വേപ്പറുമാണ്. അപ്പോൾ ലേറ്റൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് വെറ്റ് വേപ്പർ 10 എന്ന കണ്ടീഷനുള്ള വെറ്റ് വേപ്പറിനെ 1 എന്ന് പറയുന്ന കണ്ടീഷനുള്ള സാറ്റുറേറ്റഡ് വേപ്പർ ആക്കുന്നു. ദെൻ ഈ ഇവാപ്പറിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ മാസ് അത് M1 ആണ്. അപ്പോൾ അതാണ് ഫ്ലാഷ് ഇൻ്റർകൂളർ വയ്ക്കുന്നതിനുള്ള
പർപ്പസ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഫ്ലാഷ് ഇൻ്റർകൂളർ രണ്ട് പർപ്പസ് ചെയ്യുന്നുണ്ട്. ഒന്നൊരു ലിക്വിഡ് ഇൻ്റർകൂളറിൻ്റെ പർപ്പസും അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ചേമ്പറിൻ്റെ പർപ്പസും. ലിക്വിഡ് ഇൻ്റർകൂളറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ കംപ്രസ് ചെയ്യുന്നു എന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആക്കുന്നു എന്നതാണ് ആ ഡ്യൂട്ടി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് മൂലമാണ് ഇതിനകത്തുള്ള ലിക്വിഡ് കുറച്ച് വേപ്പറായി പോകുന്നത്. ഇനി രണ്ടാമത്തെ ഡ്യൂട്ടി ഫ്ലാഷ് ചേമ്പർ ഡ്യൂട്ടിയാണ്. ഫ്ലാഷ് ചേമ്പർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റിൽ വരുന്ന വെറ്റ് വേപ്പറിലെ വേപ്പറിനെയും ലിക്വിഡിനെയും സെപ്പറേറ്റ് ചെയ്ത് ആ വേപ്പറിനെ ഹൈ പ്രഷർ കംപ്രസറിലേക്കും ആ ലിക്വിഡിനെ നെക്സ്റ്റ് എക്സ്പാൻഷൻ വാൽവിലേക്കും സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ 7 വരെ എത്തി. 7 നിന്ന് 8 എത്തി. 8 നിന്ന് 4ഉം 9ഉം ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ 8 എന്ന കണ്ടീഷനിലെത്തുന്ന ഫ്ലാഷ് ഇൻ്റർകൂളർ അത് വേപ്പറിനെ 4 എന്ന കണ്ടീഷനുള്ള വേപ്പറിനെ ഹൈ പ്രഷറിലേക്ക് സപ്ലൈ ചെയ്തു കംപ്രസറിലേക്ക്. ദെൻ സാച്ചുറേറ്റഡ് ലിക്വിഡ് അതിനെ നെക്സ്റ്റ് എക്സ്പാൻഷൻ വാൽവിലേക്കും സപ്ലൈ ചെയ്തു. ഇനി ഇവിടെയും നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഫ്ലാഷ് ഇൻ്റർകൂളർ വെച്ചതുകൊണ്ട് തന്നെ ഈ 10:1 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർഷൻ പ്രോസസ്സ് അതിൻ്റെ ലെന്ത് കൂടി, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർഷൻ റേറ്റ് കൂട്ടാൻ സാധിച്ചു. അതുമൂലം COP കൂടുന്നു. ഓക്കെ, കാരണം ഈ സബ് കൂളിംഗ് ഇല്ല എങ്കിൽ ഇത്രയും ഉണ്ടാവും എക്സ്പാൻഷൻ പ്രോസസ്സ്. സബ് കൂളിംഗ് ഇല്ല, ഒരൊറ്റ എക്സ്പാൻഷൻ വാൽവേ ഉള്ളെങ്കിൽ ഹീറ്റ് അബ്സോർഷൻ പ്രോസസ്സ് ഇത്രയും ഉണ്ടാവും. സബ് കൂളിംഗ് വെച്ചു, ഇനി ഒരൊറ്റ എക്സ്പാൻഷൻ വാൽവേ ഉള്ളൂ എങ്കിൽ ഇത്രയും വരും ഹീറ്റ് അബ്സോർഷൻ പ്രോസസ്സ്. ഇത്രയും. ഇതിപ്പോൾ സബ് കൂളിങ്ങും ഫ്ലാഷ് ഇൻ്റർകൂളറും വെച്ചതുകൊണ്ട് 10:1 എന്ന ഇത്രയും എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിച്ചു. അതായത് ഇത്രയും ഈ എക്സ്പാൻഷനോടെ നമ്മൾ ലേറ്റൻ്റ് ഹീറ്റ് അത് കൂട്ടാൻ സാധിച്ചു. ലേറ്റൻ്റ് ഹീറ്റ് മീൻസ് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അത് കൂട്ടാൻ സാധിച്ചു. ഇനി കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ അതിൽ M2 = M1 + M3 എന്നറിയാം. ഇതിന് അഗെയിൻ നമ്മൾ ഫ്ലാഷ് ഇൻ്റർകൂളിൻ്റെ അവിടെ തെർമൽ ഇക്വിലിബ്രിയം എടുക്കുന്നു. ദെൻ എത്ര എമൗണ്ട് ആണോ ഹീറ്റ് ഇൻപുട്ടായിട്ട് വന്നത് ഈക്വൽ ടു ഹീറ്റ് എക്സിറ്റ് ആയതും തമ്മിൽ ബാലൻസ്ഡ് ആകുന്നു. അവിടെ M2 എന്ന് പറയുന്ന മാസ് അത് കണ്ടൻസറിൽ നിന്ന് വരുന്നു. ദെൻ അതിനുശേഷം സബ് കൂളറിൽ കൂടെ കടന്നു പോകുന്നു. ദെൻ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചിലൂടെ കടന്നു പോയി ആ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് വെളിയിൽ വരുന്നു. ആ വെളിയിൽ വരുന്ന ആ മാസ് അത് M2 ആണ്. അതാണ് ദെൻ ലിക്വിഡ് ഫ്ലാഷ് ഇൻ്റർകൂളറിലേക്ക് പോകുന്നത്. അപ്പോഴുള്ള അതിൻ്റെ കണ്ടീഷൻ 8 ആണ്. സോ M2 × എൻതാൽപ്പി അറ്റ് 0.8 H8 അത് ഒരു ഇൻപുട്ടാണ്. ദെൻ പ്ലസ് അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് വാട്ടർ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന മാസാണ്. അത് M1 ആണ്. ആ പോയിൻ്റ് എന്ന് പറയുന്നത് 0.3 ആണ്. അപ്പോൾ അവിടുത്തെ എൻതാൽപ്പിയാണ് H3. സോ M1 × H3. അപ്പോൾ M2 × H8 + M1 × H3 എന്ന് പറയുന്നതാണ് ഇൻപുട്ട്. അതായത് ഇൻ്റർകൂളറിലേക്ക് വന്ന ഹീറ്റ് ഈ ഇൻ്റർകൂളറിൽ നിന്ന് എക്സിറ്റ് ആയത് അത് M2 എന്ന് പറയുന്ന മാസ് നമുക്കറിയാം. അത് ഹൈ പ്രഷർ കംപ്രസറിലേക്ക് പോയി. അപ്പോൾ ആ ഒരു അവിടെയുള്ള റെഫ്രിജറൻ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0.4 ആണ്. സോ M2 × H4. ദെൻ അടുത്ത എക്സിറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് റെഫ്രിജറൻ്റ് സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിലേക്ക് പോയതാണ്. അവിടുത്തെ കണ്ടീഷൻ 9 ആണ്. അവിടെയുള്ള മാസ് M1 ആണ്. സോ M1 × H9. ബട്ട് 9 എന്ന് പറയുന്ന ആ കണ്ടീഷനിലുള്ളത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയതുകൊണ്ട് HF9 എന്ന് വിളിക്കാം. സോ M1 × HF9. ഇതാണ് ഇൻപുട്ട് അല്ലെങ്കിൽ ഫ്ലാഷ് ഇൻ്റർകൂളറിലേക്ക് കയറിയ എനർജി, ഇത് ഇറങ്ങിയ എനർജി. അപ്പോൾ ഇത് തമ്മിൽ ബാലൻസ് ചെയ്തുകൊണ്ട് M2ഉം M1ഉം തമ്മിലുള്ള റിലേഷൻ എഴുതാം. അതിനുശേഷം നമുക്ക് M3ഉം M1ഉം തമ്മിലുള്ള റിലേഷൻ എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് M2ഉം M1ഉം തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നു. അതിനുശേഷം ഈ M2 M1 തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഈ ഒരു പോർഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ M1ഉം M3ഉം തമ്മിൽ നമുക്കൊരു റിലേഷൻ കിട്ടുന്നു. അതാണ് ഈ കാണുന്നത്. ദെൻ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്, ദാറ്റ് ഈസ് M1 എന്ന് പറഞ്ഞ മാസാണ് ഇവാപ്പറേറ്ററിലൂടെ പോകുന്നത്. M1 ×
ഇവാപ്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 10-1 ആണ്. സോ M1 ഇൻറ്റു H1 മൈനസ് H10. നമുക്കറിയാം 9 to 10 എന്ന് പറയുന്നതാണ് ഐസെന്താൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അതുകൊണ്ട് M1 ഇൻറ്റു H1 മൈനസ് H9 എഴുതാം. ഇനി H9നെ HF9 എന്ന് വിളിക്കുക. കാരണം 9 എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേറ്റഡ് ലിക്വിഡാണ്. അപ്പോൾ pH ഡയഗ്രം നോക്കിക്കൊണ്ട് വേണം ഇത് എഴുതുക. M1 ഇൻറ്റു H1 മൈനസ് H10, അതിനെ നമുക്ക് M1 ഇൻറ്റു H1 മൈനസ് HF9 എന്ന് വിളിക്കാം. ഈ രണ്ട് കംപ്രസറിൻ്റെയും വർക്ക് ഇൻപുട്ടാണ്. ലോ പ്രഷർ കംപ്രസറിലൂടെ പോകുന്ന മാസ് M1, ലോ പ്രഷർ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2. സോ M1 ഇൻറ്റു H2 മൈനസ് H1. ദെൻ ഹൈ പ്രഷർ കംപ്രസറിലൂടെ കടന്നു പോകുന്ന മാസ് M2. കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 4 to 5 ആണ്. സോ M2 ഇൻറ്റു H5 മൈനസ് H4. ദെൻ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് M1 H2 മൈനസ് H1 പ്ലസ് M2 H5 മൈനസ് H4. ദെൻ പവർ റിക്വയർഡ് എന്ന് പറയുന്നത് ആ വർക്ക് ഡിവൈഡ് ബൈ 60. ദെൻ COP എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് M1 ഇൻറ്റു H1 മൈനസ് H10 അല്ലെങ്കിൽ H1 മൈനസ് H9 അല്ലെങ്കിൽ M1 ഇൻറ്റു H1 മൈനസ് HF9 ഡിവൈഡ് ബൈ M1 ഇൻറ്റു H2 മൈനസ് H1 പ്ലസ് M2 ഇൻറ്റു H5 മൈനസ് H4. ഇനി ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് HG1 എന്ന് എഴുതാം. 4 എന്ന് പറയുന്ന പോയിന്റും സാച്ചുറേറ്റഡ് വേപ്പറാണ്. സോ HG4 എന്ന് എഴുതാം. 6 എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേറ്റഡ് ലിക്വിഡാണ്, അവിടുത്തെ റെഫ്രിജറൻ്റ് കണ്ടീഷൻ. സോ HF6 എന്ന് എഴുതാം, H6. ദെൻ H8ഉം H7ഉം ഈക്വലാണ്. കാരണം 7 to 8 എന്ന് പറയുന്ന ഐസെന്താൽപിക് എക്സ്പാൻഷൻ പ്രോസസ് ഇൻ ദ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവ്. സോ H7 ഈസ് ഇക്വൽ ടു H8. ദെൻ H9 എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ലിക്വിഡാണ്. സോ H9 എന്ന് പറയുന്ന അവിടുത്തെ കണ്ടീഷൻ സാച്ചുറേറ്റഡ് ലിക്വിഡാണ്. സോ എൻതാൽപ്പി അറ്റ് പോയിൻറ്റ് 9 H9 ഈസ് ഇക്വൽ ടു HF9 എന്നും എഴുതാം. ദെൻ 9 to 10 എന്ന് പറയുന്നത് സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിലെ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. സോ H9 ഈസ് ഇക്വൽ ടു H10 എന്ന് എഴുതാം. ദെൻ H10 ഈസ് ഇക്വൽ ടു H9 ഈസ് ഇക്വൽ ടു HF9 എന്ന് എഴുതാം. കാരണം H9 HF9 എന്നും എഴുതാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 3 സ്റ്റേജ് സിസ്റ്റംസ് പഠിക്കും. താങ്ക് യു.